ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുടിക്കമട്ടയിലാണ്. കുടിക്കമട്ടയിൽ നമ്മൾ ചക്കരക്കല്ല് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ചക്കരക്കല്ലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പേത് ആപ്പാൻ്റെ പേര് അഹമ്മദ് എന്നാണ്. ആപ്പ സംസാരിക്കാം. ചക്കരക്കല്ലിൻ്റെ ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെയല്ലേ, അതുകൊണ്ട് ഏതായാലും നമ്മൾ ടൗണിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി കിടക്കാം നമുക്ക്. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ. കല്ലിലേക്ക് പോവാന്ന്. നമ്മള് ഇതൊക്കെയാണ് അങ്ങോട്ടുള്ള വഴി. അപ്പൊ ആ വഴിയൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഈ പരിപാടി തുടങ്ങിയത്. അടുത്തത് കനാൽ റോഡാണ്. ഇനിയിപ്പോ പോകുന്നത് നമ്മള് കനാലിലേക്കാണ്. കനാൽ റോഡ് എന്ന് പറയും. ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ലീവും കൂടിയാണല്ലോ, അതുകൊണ്ട് മുന്നിൽ കാണുന്ന ഇടതു ഭാഗത്ത് കാണുന്നത് കനാലാണ്. ഇവിടെ എത്ര വർഷമായിട്ടുണ്ടോ? ഒരു 10-30 വർഷമായിട്ടുണ്ടാവും അല്ലേ? 50. അതെ, 50 വർഷം മുന്നേ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇപ്പം പറഞ്ഞാൽ വെള്ളവും കാര്യമൊന്നും ഇല്ല. ഇതിന്റെ വലതുവശം മൊത്തം നമുക്ക് വയലാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യുന്നില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് നെല്ലും കപ്പയും അതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാ ഇന്നലെ പറഞ്ഞെങ്കിൽ നടക്കുമ്പോ ബോട്ടി വാങ്ങി നോക്കേ. അതല്ലേ സമയമില്ലല്ലോ. അടുത്ത് നമുക്ക് ഇനി ചക്കരക്കല്ലിലേക്കുള്ള റോഡിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോ പോക്കറ്റ് റോഡിൽ നിന്നാണ് ഇനി ഹൈവേയിലേക്ക് കയറുകയാണ്. പിന്നെ ഇത് ഇടതുവശം ഈ കനാലിങ്ങനെ ഒരുപാട് ദൂരം പോകുന്നുണ്ട്. അപ്പോൾ നമ്മള് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ അപ്പം വരുന്നത് തലമുണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് കാഞ്ഞിരോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പിന്നെ വലതുവശം കാണുന്നതാണ് നമ്മൾ ചക്കരക്കല്ലിലേക്ക് പോകേണ്ടത്. ഇപ്പൊ നമ്മൾ ചക്കരക്കല്ല് ഭാഗത്തേക്കാണ് പോകുന്നത്. നേരെ ഇത് അത് അങ്ങോട്ടല്ല, നമ്മളെന്താ പറയാ, മുയപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് അപ്പുറത്തും കണ്ടത്. രാവിലെ തന്നെ നമ്മൾ ഈ ഇങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. തിരക്കൊന്നും ഇല്ല, ഒഴിഞ്ഞ റോഡാണ്. പരമാവധി വണ്ടിയെല്ലാം കുറവാണ്, ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട്. പിന്നെ വേറെന്തൊക്കെയുണ്ട് അമ്മാനെ, നിന്റെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞോ. നമ്മുടെ വിമാനം പോകുന്ന
ടൗണിലെത്താനായി. ഇപ്പൊ ചൂള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തി. ചക്കരക്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കല്യാണം ഉണ്ടാവാം. ഈ കാണുന്നത് നേരെ കാണുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വലതുവശം കാണുന്ന റോഡ് അത് നമ്മൾ ഏച്ചൂര് അങ്ങോട്ടേക്ക് വന്നതാണ്. അതേസമയത്ത് ഇടതുവശമാണ് നമ്മളെ ചക്കരക്കല്ല് ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ടൗണിലൊന്നും ആരും അങ്ങനെ ഇറങ്ങിയിട്ടില്ല, ആള് വരുന്നേ ഉള്ളൂ. പിന്നെ ചക്കരക്കൽ ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത് വലതുവശമുള്ളത്. അതാണ് ചക്കരക്കൽ ബസ് സ്റ്റാൻഡ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനാണ് ഇവിടുന്ന് ചാലോടേക്ക് പോകുന്ന ഒരു വഴിയാണ് കാണുന്നത്. ഇത് ഇടത്തോട്ട് ചാലോട്, അത് താഴോട്ട് നേരെ പോകുന്നത് അഞ്ചരക്കണ്ടി. പിന്നെ ഇവിടുന്ന് വലതുവശം പോകുന്നത് തലശ്ശേരിയിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. ഇതാണ് തലശ്ശേരിയിലേക്ക് പോകുന്ന വഴി. നമ്മളിപ്പോൾ കുറച്ചും കൂടി താഴെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനല്ലേ? അല്ല, ഇവിടെ നിർത്തിയിട്ട് അപ്പോൾ ഇവിടെ അല്ലേ? നമ്മളിപ്പോൾ പർച്ചേസ് എല്ലാം നടത്തി. തൽക്കാലം ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാന്ന്. സാധനം വാങ്ങുന്നൊന്നും പിന്നെ കാണിച്ചിട്ടില്ല. ഇപ്പം പറഞ്ഞാല് ടൗണിലെന്ന് പറഞ്ഞാല് ഒന്ന് ഉണർന്നു വരുന്നേ ഉള്ളൂ. എന്താണ്ട് ഏടാ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലുള്ള കാര്യങ്ങൾ. പരമാവധി ഓരോന്നും ഉള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ചക്കരക്കല്ലിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമാനെ. തിന്നാ മാത്രം ഉണ്ടോ ചങ്ങായി? പിന്നെ നമ്മുടെ ട്രാവലിംഗ് വീഡിയോ ആണ് ശരിക്കും പറഞ്ഞ കേട്ടോ. രാവിലെ തന്നെ ഒരു ട്രാവലിംഗ് ആണ്. രാത്രി പോവാന്ന് നമ്മളൊരു നൈറ്റ് ട്രിപ്പാണ് ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ നൈറ്റ് ട്രിപ്പിന് പോകാൻ പറ്റിയില്ല. ലൈവും കാര്യങ്ങളും ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നെ അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ രാവിലെ ഒന്ന് പോയിട്ട് ഇറങ്ങാൻ വിചാരിച്ച് വിട്ട്. രാത്രി പോകാൻ നമുക്ക് രാത്രിക്ക് 1-2 സ്ഥലങ്ങളിലൊന്നും പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് എത്താനായി. അതിൻ്റെ പകുതിക്കെത്തി. സൂപ്പർ എത്താനായിരിക്കുന്ന
വഴിയിലേക്ക് കയറാൻ പോവാം. ആ വഴി ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ വന്ന വഴിയിലേക്ക് വീണ്ടും കയറി ഇതാണ് കനാലിന്റെ റോഡിലേക്ക് വന്ന് രാവിലെ തന്നെ മീൻ വെക്കുന്ന ടീമാ. ചാനലുണ്ട് നമ്മൾ രണ്ടാമത്തെ ജംഗ്ഷനിലേക്ക് എത്തി. നമ്മുടെ മഴ പെയ്തിട്ട് റോഡെല്ലാം പോയിട്ടുള്ളത്. അങ്ങനെ വീട്ടിലേക്ക് ഏതാനും നിമിഷം കൊണ്ട് നമ്മളെത്തും. മൂന്നെണ്ണത്തേക്കും വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കടന്നു. പണിയല്ലേ നമ്മള് പാർക്ക് ചെയ്യലാണ്. പാർക്ക് അപ്പോൾ ഇന്നത്തെ കാര്യം ഇങ്ങനെയായിരുന്നു. നമ്മൾ പോയി വന്ന് ചക്കരക്കല്ല് രാവിലത്തെ ഒരു ട്രിപ്പായിരുന്നു, അത് പോയി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അതുപോലെ നമുക്കിനി ഒരുപാട് ട്രിപ്പും കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കാൻ പോകും. അപ്പോൾ എല്ലാം കാണാം നമുക്ക്. അപ്പോൾ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക കപ്പ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. അതേതായാലും ആ വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവരും കൂടി നമ്മൾ ആരൊക്കെ പോയെന്നുള്ള അറിയണമല്ല. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞു അമ്മാനും അതുപോലെ തന്നെ നമ്മുടെ നജാദ് നമ്മൾ ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറി. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.